ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് നോക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്വിച്ചസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ആ സ്വിച്ചസിൻ്റെ പോർഷനിൽ വരുന്ന ഒരു രണ്ട് ടോപ്പിക് ഉണ്ട്. ദാറ്റ് ഈസ് പ്രോക്സിമിറ്റി സ്വിച്ചസ് ആൻഡ് റിലേ. ഇപ്പോൾ ഫസ്റ്റ് വൺ ഇസ് പ്രോക്സിമിറ്റി സ്വിച്ചസ്. പ്രോക്സിമിറ്റി സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ പ്രോക്സിമിറ്റി മീൻസ് നിയർ, അടുത്ത്. So a proximity sensor is a non-contact sensor that detects the presence of an object when the target enters the sensor's field. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സെൻസർ ആണ് എന്ത്, ഈ പ്രോക്സിമിറ്റി സ്വിച്ച് അല്ലെങ്കിൽ പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയാം. അതായത് നമുക്ക് ആ ഒബ്ജക്റ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ടാർഗറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ പ്രോക്സിമിറ്റി സ്വിച്ചിന് ഒരു ഇത്ര ചുറ്റളവിലുള്ള ഒബ്ജക്ട്സിനെ സെൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ആ ഫീൽഡിലേക്ക് ഈ ഒബ്ജക്റ്റ് അഥവാ ടാർഗറ്റ് വന്നു കഴിഞ്ഞാൽ ഈ പ്രോക്സിമിറ്റി സ്വിച്ച് എന്ത് ചെയ്യും, അത് സെൻസ് ചെയ്യും. സോ ദാറ്റ് ഈസ് കോൾഡ് എ പ്രോക്സിമിറ്റി സെൻസർ. ദ പ്രോക്സിമിറ്റി സെൻസർ ഈസ് എ നോൺ കോണ്ടാക്ട് സെൻസർ ആണ്. അപ്പോൾ അവിടെ ആ കോണ്ടാക്റ്റ് ഒന്നുമില്ല. അത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോക്സിമിറ്റി സെൻസർ എന്താണോ അതിനനുസരിച്ച് ചിലപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും, ചിലപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും, ചിലപ്പോൾ ലൈറ്റ് സിഗ്നൽ ആയിരിക്കും, ചിലപ്പോൾ സൗണ്ട് ആയിരിക്കും. അതിൻ്റെ ഏത് സെൻസേഴ്സാണ്, ഏത് പ്രോക്സിമിറ്റി സെൻസർ അല്ലെങ്കിൽ ഏത് പ്രോക്സിമിറ്റി സ്വിച്ചാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് അതൊരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അതിന് സ്വന്തമായിട്ട് ഒരു ഫീൽഡ്, അതിന് ചുറ്റും ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ ഫീൽഡിനകത്ത് വരുന്ന ടാർഗറ്റിനെ അതെന്ത് ചെയ്യും, ഡിറ്റക്റ്റ് ചെയ്യും, അതിൻ്റെ പ്രസൻസിനെ. അതുകൊണ്ട് അവിടെ കോണ്ടാക്ട്സ് ഒന്നുമില്ല, ആ ഫീൽഡിലേക്ക് വരുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിറ്റക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ദ മാക്സിമം ഡിസ്റ്റൻസ് ദ സെൻസർ ക്യാൻ ഡിറ്റക്ട് ഇസ് കോൾഡ് ദി നോമിനൽ റേഞ്ച്. ആ ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ആ പ്രോക്സിമിറ്റി സെൻസറിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ മാക്സിമം റേഞ്ച്, ആ ഡിസ്റ്റൻസിന് വിളിക്കുന്ന പേരാണ് എന്ത്, നോമിനൽ റേഞ്ച്. അപ്പം ആ നോമിനൽ റേഞ്ചിനകത്ത് നിൽക്കുന്ന ടാർഗറ്റിനെ മാത്രമേ എപ്പോഴും പ്രോക്സിമിറ്റി സെൻസറിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ പറഞ്ഞതുപോലെ ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് പ്രോക്സിമിറ്റി സെൻസർ, സൗണ്ട്, ലൈറ്റ്, ഇൻഫ്രാറെഡ് ഓർ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്സ് മേ ബി യൂട്ടിലൈസ്ഡ് ബൈ ദ സെൻസർ ടു ഡിറ്റക്ട് എ ടാർഗറ്റ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഇഷ്ടംപോലെ ടൈപ്പ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഓരോന്നിനെയും കുറിച്ചും എന്താണ് ഡീറ്റെയിൽഡ് ഒന്നും വേണ്ട. അപ്പം അതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഉപയോഗിക്കുന്ന ആ ഫീൽഡ് എന്ന് പറഞ്ഞാൽ സൗണ്ട് ആവാം, ലൈറ്റ് ആവാം, IR റേഡിയേഷൻ ആവാം, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ആവാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടാർഗറ്റിനെ എന്ത് ചെയ്യാം, ഡിറ്റക്റ്റ് ചെയ്യിക്കാം. So there are many types of proximity sensors and they each sense target in distinct ways. The two most commonly used proximity sensors are the inductive proximity sensor and the capacitive proximity sensor. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഒപ്റ്റിക്കൽ ഉണ്ട്, ഫോട്ടോ ഇലക്ട്രിക് ഉണ്ട്, ദെൻ അൾട്രാസൗണ്ട് പ്രോക്സിമിറ്റി സെൻസർ ഉണ്ട്, അതുപോലെ ഇൻഡക്റ്റീവ്, കപ്പാസിറ്റീവ്. അത് മോസ്റ്റ്ലി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ടെണ്ണത്തിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ ആൻഡ് കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ. അപ്പോൾ ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഡിറ്റക്ട് ഓൺലി മെറ്റൽ ടാർഗറ്റ്സ്. ആ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറിന് മെറ്റൽ ടാർഗറ്റ്സിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ദിസ് ഈസ് ബിക്കോസ് ദ സെൻസർ യൂട്ടിലൈസസ് എ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. വെൻ എ മെറ്റൽ ടാർഗറ്റ് എൻറ്റേഴ്സ് ദി ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്, ദി ഇൻഡക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി മെറ്റൽ ചേഞ്ച് ദി ഫീൽഡ്സ് പ്രോപ്പർട്ടി, thereby alerting the proximity sensor of the presence of a metallic target. അപ്പോൾ ഒരു ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറിന് ചുറ്റും അതിൻ്റേതായ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു മെറ്റാലിക് ടാർഗറ്റ് ഈ ഒരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുമ്പം ഈ പ്രോക്സിമിറ്റി സ്വിച്ചിൻ്റെ അല്ലെങ്കിൽ സെൻസറിൻ്റെ ചുറ്റുമുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ഈ മെറ്റാലിക് ടാർഗറ്റ് എന്ത് ചെയ്യും, ആ ഫീൽഡിൻ്റെ പ്രോപ്പർട്ടിക്ക് മാറ്റം സംഭവിപ്പിക്കും.
ഓക്കെ, ആ മാറ്റം വരുത്തുന്നതനുസരിച്ചാണ് ഈ പ്രോക്സിമിറ്റി സെൻസർ എന്ത് ചെയ്യുന്നത്, ആ മെറ്റാലിക് ടാർഗറ്റിന്റെ പ്രസൻസ് എന്ത് ചെയ്യും, ഡിറ്റക്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. ഡിപ്പെൻഡിങ് ഓൺ ഹൗ ഇൻഡക്റ്റീവ് ദ മെറ്റൽ ഇസ്, ദ ടാർഗറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് അറ്റ് എയ്തർ എ ഗ്രേറ്റർ ഓർ ഷോർട്ടർ ഡിസ്റ്റൻസ്. അപ്പോൾ ആ വരുന്ന മെറ്റാലിക് ഒബ്ജക്റ്റിന്റെ നേച്ചർ അനുസരിച്ച്, എങ്ങനെയാണ് ആ ഫീൽഡിനെ മാറ്റുന്ന അനുസരിച്ച് അടുത്തോ അകലോ വെച്ചോ അതെന്ത് ചെയ്യും, ഡിറ്റക്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പം അത്രയും മെറ്റൽ എത്ര ദൂരെ നിന്നാൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റൽ, അത്രയും ആ ഫീൽഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ പറ്റുന്ന മെറ്റലാണെങ്കിൽ അത്രയും ദൂരെയായിട്ടായിരിക്കും അത് ഡിറ്റക്ട് ചെയ്യുന്നത്. അടുത്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയാണ് ആ മെറ്റലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അതാണ് ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ. ഇത്രയെങ്കിലും ഓർക്കുക. ഇറ്റ് ക്യാൻ ഡിറ്റക്ട് ഓൺലി മെറ്റൽ ടാർഗറ്റ്സ്. Then capacitive proximity sensors. അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു മെറ്റാലിക് ടാർഗറ്റ്. മെറ്റാലിക് ടാർഗറ്റിൽ ലിമിറ്റഡ് അല്ലാന്നേ പറയുന്നുള്ളൂ. അതായത് മെറ്റാലിക്കിനും ഉപയോഗിക്കാം, നോൺ മെറ്റാലിക്കിനും ഉപയോഗിക്കാം. എന്താണ് കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സ്? So these sensors are capable of detecting anything that can carry an electrical charge. അപ്പോൾ ഇലക്ട്രിക്കൽ ചാർജ് ഉള്ള എന്തിനേയും ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സിന് കേപ്പബിൾ ആണ്. അതായത് ഇതിന് ചുറ്റുമുള്ള ഇതിനകത്തൊരു കപ്പാസിറ്റീവ് ആക്ഷൻ ആയിരിക്കും നടക്കുന്നത്. അതിന് ചുറ്റുമുള്ള ഫീൽഡിലേക്ക് ചാർജുള്ള എന്ത് കാരിയർ, ആ ഇലക്ട്രിക് ഫീൽഡിലേക്ക് ചാർജുള്ള എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കപ്പാസിറ്റീവ് ആക്ഷൻ വഴി ആ പ്രോക്സിമിറ്റി സെൻസർ അതെന്ത് ചെയ്യും, ഡിറ്റക്റ്റ് ചെയ്യും. ദേ ആർ കോമൺലി യൂസ്ഡ് ഇൻ ലിക്വിഡ് ലെവൽ ഡിറ്റക്ഷൻ. അത് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ലിക്വിഡ് ലെവൽ ഡിറ്റക്ഷൻ ആണ്. ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ലിക്വിഡ് ലെവൽ ഡിറ്റക്ഷൻ. സോ ദിസ് ഇസ് ദി ബേസിക് ഫിഗർ ഓഫ് എ പ്രോക്സിമിറ്റി സെൻസർ. കണ്ടോ, ഒരു പ്രോക്സിമിറ്റി, ഒരു എക്സാമ്പിളുള്ള ഒരു പ്രോക്സിമിറ്റി സെൻസർ ആണ് കാണിച്ചിരിക്കുന്നത്. ആ പ്രോക്സിമിറ്റി സെൻസർ ആണ് ഈ എൻഡിൽ കൊടുത്തിരിക്കുന്നത്. ദെൻ ഇവിടെ ഒരു ടാർഗറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ടാർഗറ്റിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് ഈ പ്രോക്സിമിറ്റി സ്വിച്ചിലേക്ക് വരുമ്പോഴത്തേക്കും ആ കറക്റ്റായിട്ട് അത് എന്ത് ചെയ്യും, ഡിറ്റക്റ്റ് ചെയ്യും ആ പ്രസൻസ്. ഓക്കെ, പിന്നെ എത്ര ഡിസ്റ്റൻസിലാണ് എന്നുള്ളത് അത് നമുക്ക് അറിയാൻ പറ്റും. സോ ദിസ് ഈസ് എ പ്രോക്സിമിറ്റി സ്വിച്ച്, ആക്റ്റീവ് ഫേസ്, ടാർഗറ്റ് ആൻഡ് ദി മോഷൻ ഡയറക്ഷൻ. മുകളിലോട്ടോ താഴോട്ടോ ലെഫ്റ്റിൽ റൈറ്റിലൊക്കെ മൂവ് ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു പൊസിഷൻ ഡിറ്റക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. So next is its applications. The main application of the proximity sensor is to detect the presence of any object without any physical contact. അപ്പോൾ നമുക്കത് പറഞ്ഞു, ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യാം. ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഇസ് ടു ഡിറ്റക്ട് ആൻഡ് മെഷർ എനി ചേഞ്ചസ് ഇൻ ദി സറൗണ്ടിങ് എൻവയൺമെൻറ്റ്. നമ്മുടെ സറൗണ്ടിങ് എൻവയൺമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാം, ഡിറ്റക്റ്റ് ചെയ്യാം. Then it can be used in the home automation system such as to turn on the light automatically when any person present in the room. അപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക്, ആ പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഫീൽഡിലേക്ക് ഒരു പേഴ്സൺ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു മാറ്റം ഉണ്ടാവും. അതാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം. അതാണ് ഹോം ഓട്ടോമേഷൻ. Then it is also used for object counting purposes in the മൂവിങ് കൺവെയർ ബെൽറ്റ്. അപ്പം ആ ഫീൽഡിലൂടെ എത്ര ടാർഗറ്റ് കടന്നു പോയി ആ ഒരു എണ്ണം നമുക്ക് എടുക്കാനും ഈ പ്രോക്സിമിറ്റി സെൻസേഴ്സ് ഉപയോഗിക്കാം. Then they are used to speed measurement, then the direction of rotation measurement of electrical motors. പ്രോക്സിമിറ്റി സെൻസേഴ്സ് നമ്മൾ സ്പീഡ് മെഷർമെൻറ്റിന് ഉപയോഗിക്കാം. പിന്നെ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ മെഷർമെൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ മോട്ടോഴ്സ്, അതിന് നമുക്ക് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് മോട്ടോഴ്സ് നോക്കാനും നമുക്കിത് ഉപയോഗിക്കാം. ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് സെൻസ് ചെയ്താൽ മതി. ദേ ആർ യൂസ്ഡ് ഫോർ സ്പീഡ് മെഷർമെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് പർപ്പസ് ഓഫ് വെഹിക്കിൾസ്. അപ്പോൾ വെഹിക്കിൾസിൻ്റെ സ്പീഡും ഡിസ്റ്റൻസും മെഷർ ചെയ്യാൻ പറ്റും. ദേ ആർ യൂസ്ഡ് ഇൻ റോളിംഗ് മിൽസ്, മെഷീൻ ടൂൾസ്, ഓൾ ഓട്ടോമേഷൻ സിസ്റ്റംസ്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ഈ പ്രോക്സിമിറ്റി സെൻസേഴ്സ് നമ്മുടെ എന്താണ് മൊബൈൽ ഫോൺസിലുണ്ട് അല്ലേ, ഫോർ വിച്ച്
They are used in mobile phones for which we get the screen rotation facilities, car racing game experience, touch screen, light off automatically during the phone calls, etc. ഇതെല്ലാം പ്രോക്സിമിറ്റി സെൻസേഴ്സ് വഴിയാണ്. നമ്മുടെ ഫോണിൽ എന്തുണ്ട്? പ്രോക്സിമിറ്റി സെൻസേഴ്സ് ഉണ്ട് അല്ലേ? അതാണ് നമുക്ക് സ്ക്രീൻ റൊട്ടേഷനും എന്താണ് നമുക്ക് ആ കാർ ഗെയിം ടച്ച് സ്ക്രീനും എല്ലാം പോസിബിൾ ആക്കുന്നത്. നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ് അനുസരിച്ചിട്ട് സെൻസ് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത് അല്ലേ? നെക്സ്റ്റ്, അപ്പൊ ഇതാണ് പ്രോക്സിമിറ്റി സ്വിച്ചസ്. പ്രോക്സിമിറ്റി സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ നിയർനെസ്. അപ്പൊ ആ ഒബ്ജക്റ്റിനെ നമുക്ക് അതിന്റെ ഒരു ഫീൽഡിൽ, ആ സെൻസറിന്റെ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ആവും. അതനുസരിച്ച് ആ ടാർഗറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്നതാണ് പ്രോക്സിമിറ്റി സെൻസർ അഥവാ പ്രോക്സിമിറ്റി സ്വിച്ച് എന്ന് പറയുന്നത്. അത് കുറേ ടൈപ്സ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ഇൻഡക്റ്റീവും കപ്പാസിറ്റീവും ആണ്. ഇൻഡക്റ്റീവ് നമ്മൾ മെറ്റൽ ടാർഗറ്റ്സിനാണ് ഉപയോഗിക്കുന്നത്. കപ്പാസിറ്റീവ് മെറ്റലും നോൺ മെറ്റൽ ടാർഗറ്റ്സിനും ഉപയോഗിക്കും. അതുപോലെ അൾട്രാസൗണ്ട് പ്രോക്സിമിറ്റി സെൻസേഴ്സ് ഉണ്ട്. അതായത് സൗണ്ട് വേവ്സ്, അൾട്രാസൗണ്ട് ആ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് വെച്ചിട്ട് അത് പോയി ആ ടാർഗറ്റിനെ തട്ടി തിരിച്ചു വരുന്നത്, അത് വെച്ചിട്ട് ടാർഗറ്റിനെ ഡിറ്റക്ട് ചെയ്യും. അതുപോലെ ഒപ്റ്റിക് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് പ്രോക്സിമിറ്റി സെൻസേഴ്സ് ഉണ്ട്. അതായത് ലൈറ്റ് പോയി ഒരു ട്രാൻസ്മിറ്റർ കാണും, റിസീവർ കാണും. അപ്പം ട്രാൻസ്മിറ്ററിൽ നിന്ന് നേരെ റിസീവറിലേക്ക് ലൈറ്റ് എത്തിക്കഴിഞ്ഞാൽ വരുന്ന പാത്തിൽ എന്തില്ല? ടാർഗറ്റ് ഒന്നുമില്ല. നേരെ മറിച്ച് ട്രാൻസ്മിറ്ററിൽ നിന്ന് പോയ സിഗ്നല് ഇടയ്ക്ക് ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ അതിനെ തട്ടി റിസീവറിൽ എത്തില്ല. അപ്പം അവിടെ ടാർഗറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെ പല പല ടൈപ്സ് പ്രോക്സിമിറ്റി സ്വിച്ചസ് ഉണ്ട്. അപ്പം ഇത്രയും ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റിലേസ് ആണ്. റിലേ ഇതുപോലെ തന്നെ പല പല ടൈപ്സ് ഉണ്ട്. നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിലേയുടെ ഒരു ബേസിക് ഫങ്ഷൻ നോക്കി വെക്കുക. അതിൻ്റെ ഒരു ഫങ്ഷൻ എന്താണ്? ഇപ്പം റിലേ എന്ന് പറഞ്ഞാൽ എന്താണ്? is a device that open or closes the contacts to cause the operation of the other electric control. അതായത് നമ്മൾ സാധാരണ ഒരു സ്വിച്ചിങ് ആക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ വീട്ടിലെ സ്വിച്ചൊക്കെ ഇടുന്നത് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴായിരിക്കും അല്ലേ? അത് ഓൺ ആക്കുക, ഓഫ് ആക്കുക. ആ ഒരു സംഭവം മാനുവലായിട്ട് ചെയ്യുന്ന സംഭവം എന്ത് ചെയ്യുക? ആ നോർമലി ക്ലോസ്ഡ് അല്ലെങ്കിൽ നോർമലി ഓപ്പൺ കണ്ടീഷൻ അല്ലെങ്കിൽ ഓൺ കണ്ടീഷൻ, ഓഫ് കണ്ടീഷൻ അല്ലെങ്കിൽ മേക്ക് ഓർ ബ്രേക്ക് കണ്ടീഷൻ, ഈ കണ്ടീഷൻ നമുക്ക് മാനുവൽ അല്ലാതെ ചെയ്യിക്കുന്ന ഒരു സംഭവമാണ് എന്ത്? ഈ റിലേ എന്ന് പറഞ്ഞാൽ. അവിടെ ഓരോ റിലേസിലും ഓരോ രീതിയിലാണ് നമുക്ക് ആ മാനുവൽ അല്ലാത്ത രീതിയിൽ ആ നോർമലി ഓപ്പൺ നോർമലി ക്ലോസ്ഡ് കണ്ടീഷൻ ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻഡ്യൂസ് ചെയ്യിക്കും. അതുവഴി ഒരു മെക്കാനിക്കൽ മോഷൻ ഉണ്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ നോർമലി ഓപ്പൺ നോർമലി ക്ലോസ് എന്നുള്ള കണ്ടീഷനിലേക്ക് ആ സ്വിച്ച് ആക്ട് ചെയ്യുന്നത്. അവിടെ മാനുവലായിട്ട് നമ്മൾ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വരുമ്പോഴത്തേക്കും അപ്പോൾ ആ റിലേയുടെ ഫങ്ഷൻ എന്താ? ചിലപ്പം അത് ആ ഒരു സർക്യൂട്ടിനെ ഓൺ ചെയ്യിക്കണമെന്നായിരിക്കും ആ റിലേയുടെ ഫങ്ഷൻ. ചിലപ്പം ആ പർട്ടിക്കുലർ കണ്ടീഷൻ വരുമ്പോഴത്തേക്കും ആ സർക്യൂട്ടിനെ ഓഫ് ചെയ്യിക്കണമെന്നായിരിക്കും. അപ്പം ആ ഒരു ഫങ്ഷൻ അവിടെ ചെയ്യുന്നത് വിത്തൗട്ട് മാനുവലി, നമ്മൾ മാനുവലി അല്ല അത് ചെയ്യുന്നത്, ബൈ സം അതർ മീൻസ് അല്ലേ? അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിലേ ദ മീൻസ് വേരി. ഓക്കെ, so it's tolerable or undesirable condition with an assigned area and gives the commands to the circuit breaker to disconnect the affected area, thus protect the system from damage. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ആയിട്ട് പറയാം അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിനെ മൊത്തത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ റിലേസ് ഉപയോഗിക്കാം. അപ്പോൾ ഈ റിലേസ് എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു ഫങ്ഷൻ നന്നായിട്ട് നടന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും? നമുക്കൊരു അൺഡിസൈറബിൾ കണ്ടീഷൻ എങ്ങാനും വന്നു കഴിഞ്ഞാൽ സർക്യൂട്ട് ബ്രേക്കറിലേക്ക് എന്ത് കൊടുക്കും? ഇൻഫർമേഷൻ കൊടുക്കും. സർക്യൂട്ട് ബ്രേക്കറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും? അതിൻ്റെ ഓൺ പൊസിഷനും ഓഫ് പൊസിഷനും ഈ സർക്യൂട്ട് ബ്രേക്കറിലോട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലും ഒരു അൺഡിസൈറബിൾ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ സർക്യൂട്ട് ബ്രേക്കർ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഈ റിലേ എന്ത് ചെയ്യും? സിഗ്നൽ കൊടുക്കും. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് സർക്യൂട്ട് ബ്രേക്കർ എന്ത് ചെയ്യും? അത് ഓണായിട്ട് ബാക്കി സർക്യൂട്ട്സിനെല്ലാം എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യും, ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് കോൾഡ് റിലേ. അപ്പം നമുക്ക് റിലേ പല ടൈപ്സിലുണ്ട്. അപ്പം ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഈ റിലേ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കോണ്ടാക്റ്റ്, ഒരു നോർമലി ഓപ്പൺ
ആയിട്ടുള്ള ഒരു റിലേ ആണ്. ഇത് നോർമലി ക്ലോസ്ഡ് ആവാനായിട്ട് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പോസിബിൾ ആക്കുന്ന ഒരു റിലേ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സിംഗിൾ പോൾ സിംഗിൾ ത്രോ റിലേ ആണ്. നമ്മുടെ സിംഗിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച് പോലെ ആക്ട് ചെയ്യുന്ന റിലേ. അതുപോലെ തന്നെ സിംഗിൾ പോൾ ഡബിൾ ത്രോ റിലേസ് ഉണ്ട്. ഓക്കെ, രണ്ട് കോണ്ടാക്ട്സ് ഉണ്ട്. ഒരു ആക്ഷൻ വഴി ക്ലോസ് ആവും, ഒരു ആക്ഷൻ വഴി എന്താവും, ഓപ്പൺ ആവും. അപ്പം അങ്ങനെയുണ്ട്. സോ നമുക്ക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് റിലേ നോക്കാം. The electromechanical relay consists of various parts such as movable armature, movable contact, and stationary contact or fixed contact. Spring, electromagnet, the wire wrapped as coil with its terminal represented as C, which are connected as shown to form electromechanical relay. അപ്പോൾ ആ ഫിഗറിൽ നോക്കുക, നമുക്ക് എന്തൊക്കെയുണ്ട്? ഒരു സ്പ്രിങ് ആക്ഷൻ ഉണ്ട്, ദെൻ എന്താണ്, ഒരു മൂവബിൾ ആർമേച്ചർ, ദെൻ ഒരു ഇലക്ട്രോ മാഗ്നറ്റ്, നമ്മൾ സപ്ലൈ കൊടുക്കുന്ന ഒരു കൺട്രോൾ സർക്യൂട്ട് ഉണ്ട്, ദെൻ ലോഡ് കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ ഇതൊരു സിംഗിൾ പോൾ സിംഗിൾ ത്രോ റിലേ ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കോണ്ടാക്റ്റേ ഉള്ളൂ. കൂടുതലും രണ്ട് കോണ്ടാക്ട്സ് ഉള്ള റിലേസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്, നോർമലി ഓപ്പണും നോർമലി ക്ലോസ് കണ്ടീഷനും ഉള്ളത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതൊരു ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ ആണ്. ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ ഒരു മെക്കാനിക്കൽ ആക്ഷൻ വഴിയാണ് ആ ഒരു നോർമൽ ക്ലോസ് അല്ലെങ്കിൽ നോർമൽ ഓപ്പൺ എന്നുള്ള സ്വിച്ചിങ് കണ്ടീഷൻ നടക്കുന്നത്. അപ്പം നോക്കിക്കേ, നമ്മളൊരു കൺട്രോൾ സർക്യൂട്ട് ഉണ്ട് സി ഇല്ലേ. ഈ സർക്യൂട്ടിൽ നമ്മളൊരു ഇലക്ട്രിക്കൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പം ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, ഇതൊരു കോയിൽ ഇങ്ങനെ വോണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതെന്താ, ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ഇത് ആക്ട് ചെയ്യും. ഒരു ഇലക്ട്രിസിറ്റി, ഒരു കണ്ടക്ടർ ഇങ്ങനെ ഒരു കോറിനകത്ത് ഇങ്ങനെ വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതെന്തായിട്ട് ആക്ട് ചെയ്യും, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴത്തേക്കും അതെന്താണ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട്, ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും അല്ലേ. മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്താണ്, ഇതാണ് ഒരു മൂവബിൾ കോണ്ടാക്ട് അല്ലേ. ഇത് സ്റ്റേഷനറി കോണ്ടാക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി വന്ന് ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ഷൻ വരുമ്പോഴത്തേക്കും ഇതെന്ത് ചെയ്യും, ഈ മാഗ്നറ്റ് ഈ മൂവബിൾ കോണ്ടാക്റ്റിനെ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അപ്പോഴത്തേക്കും എന്താണ്, ഈ സ്വിച്ചിങ് പൊസിഷൻ, ഇത് ഓൾറെഡി നോർമലി ഓപ്പൺ ആയിരുന്നു, നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്, നോർമലി ക്ലോസ് ആവും. അപ്പോൾ എന്താണ്, നമ്മൾ ഓഫ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായി, ഓണായി. അപ്പോൾ നമുക്ക് പുറത്ത് സർക്യൂട്ടിൽ കണക്ഷനായി, ലോഡ് കണക്റ്റഡ് ആയി. ഈ ഫസ്റ്റ് കേസിൽ ലോഡ് എന്തല്ലായിരുന്നു, കണക്റ്റഡ് അല്ലായിരുന്നു. ഇനി നമ്മൾ സപ്ലൈ ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിലാണ് ഈ സർക്യൂട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ ഈ സർക്യൂട്ട് എങ്ങനെയാവും, ഇതേണ്ടേ ഈ പൊസിഷനിലേക്ക് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഈ സ്പ്രിങ് വെച്ചിട്ട് ഈ മൂവ്മെന്റ് എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യും. അതായത് ഈ ഇലക്ട്രോ മാഗ്നറ്റ് അതിനോട്ട് അട്രാക്ട് ചെയ്യിക്കുന്നത് ഈ ഒരു സ്പ്രിങ് ആക്ഷൻ വഴിയാണ്. സോ ദിസ് ഈസ് കോൾഡ് എ റിലേ. ഇപ്പോൾ റിലേക്ക് രണ്ട് പൊസിഷനാണ് ഈ ഫിഗറിൽ, സിംഗിൾ പോൾ സിംഗിൾ ത്രോ ആയതുകൊണ്ട്. ഫസ്റ്റ് വൺ ഇസ് നോർമലി ഓപ്പൺ, ദെൻ വെൻ സപ്ലൈ ഇസ് ഗിവൺ, ദിസ് കോയിൽ and core forms a electromagnet. This electromagnet produces a magnetic field. This movable contact will be attracted towards this magnetic field or magnet and closes the. So this is the basic working principle of a relay. Clear aanallo? So if there is no supply given to the coil terminals, then the relay remains in the off condition, and the load connected to relay also remains turned off as no power supply is given to load. If the relay coil is energized by giving supply to the coil terminals, then movable contact of the relay is attracted towards the fixed contact. Thus the relay turns on and supply is connected to the load as shown in the figure. Okay ആണല്ലോ. അപ്പം ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അതുവഴിയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ അതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ആപ്ലിക്കേഷൻസ്. ആപ്ലിക്കേഷൻസ് ഓഫ് റിലേ എന്താണ്, യൂസ്ഡ് ഫോർ ദി റെഗുലേഷൻ ഓഫ് വേരിയസ് സർക്യൂട്ട്സ്, പ്രൊട്ടക്ട്സ് ഡിവൈസസ് ഫ്രം ഓവർലോഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് വാല്യൂസ്, ആൻഡ് ഡിക്രീസസ് ദി ഇമ്പാക്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഡാമേജ് ടു ദി സർക്യൂട്ട്സ്. പ്രധാനമായിട്ടും നമ്മൾ റിലേ ഉപയോഗിക്കുന്നത് ഈ ഡാമേജ്, സർക്യൂട്ട്സിൽ ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സർക്യൂട്ട് ബ്രേക്കറിനെ എന്ത് ചെയ്യുക,
അലേർട്ട് ചെയ്യിക്കുന്നത് ഈ റിലേ ആയിരിക്കും. So it is implemented as automatic changeover. It is utilized for the isolation of minimal level voltage circuit. Then automatic stabilizers are one of its implementation where a relay is implemented. When the level of the supply voltage is not same as the rated voltage, then an array of relays analyze the voltage modifications and regulates the load circuit by integrating circuit breakers. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സിലൊക്കെ നമ്മൾ ഈ റിലേ ഉപയോഗിക്കാറുണ്ട്. അപ്പം നമ്മൾ ഒരു സപ്ലൈ വോൾട്ടേജ് നമ്മളൊരു റേറ്റഡ് വോൾട്ടേജ് ലെവലിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സർക്യൂട്ട് ബ്രേക്കേഴ്സ് വഴി എന്ത് ചെയ്യും, നമുക്ക് ഈ റിലേ വെച്ചിട്ട് ഈ സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ കൺട്രോൾ ചെയ്യിക്കാം. സോ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് റിലേ ഉപയോഗിച്ച് നമുക്ക് വോൾട്ടേജ് സ്റ്റെബിലൈസ് ചെയ്യാം. അപ്പോൾ ആ റേറ്റഡ് വോൾട്ടേജിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാം. അത് റേറ്റഡ് വോൾട്ടേജിലാവുമ്പോൾ മാത്രം എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാം. ദെൻ യൂട്ടിലൈസ് ടു റെഗുലേറ്റ് ദി ഇലക്ട്രിക് മോട്ടർ സ്വിച്ചസ്. അപ്പം നമുക്ക് മോട്ടർ സ്വിച്ചസ്, മോട്ടർ ടേൺ ഓൺ ടേൺ ഓഫ് ചെയ്യിക്കാനായിട്ട് നമുക്ക് ഈ റിലേസ് ഉപയോഗിക്കാം. To turn on an electric motor, we generally require a 230 volt AC supply. But in a few situations, there might be the case to switch on the motor using a DC supply voltage. In this kind of situation, a relay can be employed. അപ്പം നമുക്ക് എ സി സപ്ലൈ ഇല്ലാത്ത കേസിൽ ഡി സി സപ്ലൈ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മോട്ടറിനെ എന്ത് ചെയ്യിക്കാം, സ്വിച്ച് ഓൺ ചെയ്യിക്കാം. അതും എന്താണ്, റിലേയുടെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ റിലേ തന്നെ പല ടൈപ്പ് ഉണ്ട്. എ സി റിലേസ് ഉണ്ട്, ഡി സി റിലേസ് ഉണ്ട്, പിന്നെ നമ്പർ ഓഫ് സ്വിച്ചസ്, പോൾസും ത്രോസും അനുസരിച്ച് ഡിഫറെൻറ്റ് റിലേസ് ഉണ്ട്. പിന്നെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇലക്ട്രിക് റിലേ, സോളിഡ് സ്റ്റേറ്റ് റിലേ, ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ, അങ്ങനെ കുറേ റിലേസ് ഉണ്ട്. അപ്പം നമുക്ക് ബേസിക് ആയിട്ട് റിലേ എന്താണെന്ന് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പോൾ ഈ എ സി റിലേസ് എന്ന് പറയുമ്പോഴത്തേക്കും അറൗണ്ട് 230 വോൾട്ട് 120 വോൾട്ട് എ സി റിലേസ് അവൈലബിൾ ആണ്. അതുപോലെ 12 വോൾട്ട് ഡി സി റിലേസും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് റിലേസ്. ഓക്കെ, ഇനി നമുക്ക് ഈ എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിൻ്റെ ഇതുവരെ പഠിച്ച ഭാഗങ്ങളുടെ എല്ലാം കൂടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും MCQs നോക്കാം. So first question is SMPS is used for. SMPS is used for. SMPS എന്താണ്? സ്വിച്ചിങ് മോഡ് പവർ സപ്ലൈ അല്ലേ? സ്വിച്ച് മോഡ് പവർ സപ്ലൈ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോർ ഒബ്റ്റെയിനിങ് കൺട്രോൾഡ് ഡി സി പവർ സപ്ലൈ. അപ്പം ഡി സി പവർ സപ്ലൈയിലെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SMPS കണ്ടുപിടിച്ചത്. ഡി സി പവർ സപ്ലൈക്കകത്ത് എന്താണ് ചെയ്യുന്നത്? നമുക്കൊരു കോൺസ്റ്റൻറ്റ് ഡി സി സപ്ലൈ ഔട്ട്പുട്ടിൽ കിട്ടും. അതുപോലെ തന്നെ SMPS ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ടുള്ള ആക്ഷനാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർ ഒബ്റ്റെയിനിങ് കൺട്രോൾഡ് ഡി സി പവർ സപ്ലൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ചൂസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ SMPS ആയിട്ട് റിലേറ്റഡ് ഉള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് SMPS ഈസ് ലെസ് സെൻസിറ്റീവ് ടു ഇൻപുട്ട് വോൾട്ടേജ് വേരിയേഷൻസ്. SMPS ഈസ് സ്മോളർ ആസ് കമ്പയർഡ് ടു റെക്ടിഫയേഴ്സ്. SMPS ഹാസ് low input ripple. SMPS is a source of radio interference. ഇതിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ്. SMPS ഹാസ് ലോ ഇൻപുട്ട് റിപ്പിൾ. അതായത് SMPSന് ഇൻപുട്ട് റിപ്പിള് കുറവല്ല. അതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കിയെല്ലാം എന്താണ്? കറക്റ്റ് ആണ്. SMPS ലെസ് സെൻസിറ്റിവിറ്റി ഇൻപുട്ട് വോൾട്ടേജ് വേരിയേഷൻസ് ആണ്. അതായത് ഇൻപുട്ടിലെ വോൾട്ടേജിൽ ചെറിയൊരു വേരിയേഷൻ വന്നാൽ എന്ത് ചെയ്യത്തില്ല, ദിസ് ഇസ് ലെസ് സെൻസിറ്റീവ് ആണ്. ദെൻ SMPS ഈസ് സ്മോളർ ആസ് കമ്പയർഡ് ടു റെക്ടിഫയേഴ്സ്. SMPS റെക്ടിഫയേഴ്സിനെ അപേക്ഷിച്ച് എന്ത് തന്നെയാണ്? സ്മോളർ തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ദെൻ SMPS ഈസ് എ സോഴ്സ് ഓഫ് റേഡിയോ ഇൻ്റർഫറൻസ്. അതും കറക്റ്റ് ആണ്. The contact resistance of a manually operated switch. So contact resistance of a manually operated switch is very low.
അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ദ കോൺടാക്ട് റെസിസ്റ്റൻസ് ഓഫ് എ മാനുവലി ഓപ്പറേറ്റഡ് സ്വിച്ച് ഇസ് വെരി ലോ. എ സ്വിച്ച് ഷുഡ് ഹാവ് ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. സ്വിച്ചിന് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കണം, ബട്ട് കോൺടാക്ട് റെസിസ്റ്റൻസ് എന്തായിരിക്കണം? കുറവായിരിക്കണം. സോ എ സ്വിച്ച് ഷുഡ് ഹാവ് very low contact resistance and very high insulation resistance. Next question is the monitoring of machines, gears and objects are achieved by which sensor? അപ്പോൾ തന്നിരിക്കുന്നതിൽ മെഷീൻസ്, ഗിയേഴ്സ് ആൻഡ് ഒബ്ജക്ട്സിൻ്റെ മോണിറ്ററിങ് അച്ചീവ് ചെയ്യാൻ പറ്റിയ സെൻസറാണ് നമ്മുടെ പ്രോക്സിമിറ്റി സെൻസർ. ഓക്കെ. Next, a device that automatically monitor and indicate whether the movement limits of a particular device have been exceeded. ഒരു previous year question ആണ്. A device poly lecturer instrumentation, electronics and instrumentation കാരുടെ ഒരു question ആണ്. A device that automatically monitor and indicate whether the movement limits of a particular device have been exceeded. അതായത് ഒരു പെർട്ടിക്കുലർ ലിമിറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ എങ്കിൽ മാത്രം സ്വിച്ചിങ് ആക്ഷൻ ചെയ്യുക. അങ്ങനെ ഒരു സ്വിച്ച് ആണ് ഏത്? ലിമിറ്റ് സ്വിച്ച് അല്ലേ. നെക്സ്റ്റ് ഇസ് വിച്ച് സെൻസർ ക്യാൻ ഡിറ്റക്ട് നിയർ ബൈ ഒബ്ജക്ട്സ്? ഇപ്പൊ നിയർ ബൈ ഒബ്ജക്ട്സിനെ ഡിറ്റക്ട് ചെയ്യുന്ന സെൻസർ ഏതാണ്? പ്രോക്സിമിറ്റി സെൻസർ. സോ വിച്ച് പ്രോക്സിമിറ്റി സെൻസർ ഇൻഡിക്കേറ്റ്സ് ലെവൽ? ഇപ്പം ലെവൽ ഇൻഡിക്കേറ്റ്സിന് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ ആണ്. സോ കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ ഇൻഡിക്കേറ്റ്സ് ലെവൽ ആൻഡ് ദ ഫിൽ എമൗണ്ട് പ്രസൻറ്റ് ഇൻ കണ്ടെയ്നേഴ്സ് ബിഹൈൻഡ് കവറിംഗ്. ദേ ആർ യൂസ്ഡ് ടു ട്രാക്ക് ഓൾ ഒബ്ജക്ട്സ് ഇൻക്ലൂഡിംഗ് നോൺ മെറ്റാലിക് വൺസ്. അപ്പോഴത്തേക്ക് നമുക്ക് ലെവൽ ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ ആണ് അല്ലേ. അതിനകത്ത് നമുക്കറിയാം ഇറ്റ് ക്യാൻ ഡിറ്റക്ട് മെറ്റാലിക് ആസ് വെൽ ആസ് നോൺ മെറ്റാലിക് ടാർഗറ്റ്സ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് പ്രോക്സിമിറ്റി സെൻസേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഓട്ടോമോട്ടീവ്? ഓട്ടോമോട്ടീവിൽ ഉപയോഗിക്കുന്ന പ്രോക്സിമിറ്റി സെൻസർ ഏതാണ്? അതൊന്ന് പഠിച്ചു വെക്കുക. അൾട്രാസോണിക് പ്രോക്സിമിറ്റി സെൻസർ. സോ ദേ ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഓട്ടോമോട്ടീവ് സച്ച് എസ് പാർക്കിംഗ് സെൻസേഴ്സ്. They are used in automotive. അപ്പോൾ ഓട്ടോമോട്ടീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് ഏതാണ്? അൾട്രാസോണിക് പ്രോക്സിമിറ്റി സെൻസേഴ്സ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് പ്രോക്സിമിറ്റി സെൻസർ ഡിറ്റക്ട്സ് പൊസിഷനിങ് ഓഫ് ആൻ ഒബ്ജക്റ്റ്? അപ്പോൾ പൊസിഷനിങ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ പ്രോക്സിമിറ്റി സെൻസർ ആണ്. They recognize for non-contact and precisely the positioning of the object. അപ്പോൾ പൊസിഷനിങ് ഡിറ്റക്ട് ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഒപ്റ്റിക്കൽ പ്രോക്സിമിറ്റി സെൻസർ ആണ്. നെക്സ്റ്റ് ഇസ് വിച്ച് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ബൈ പ്രോക്സിമിറ്റി സെൻസർ? അപ്പോൾ പ്രോക്സിമിറ്റി സെൻസർ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ചോദിച്ചാൽ I2C അല്ലെങ്കിൽ I2C. ആ പ്രോട്ടോകോൾ ആണ്. I2C എന്നാണ് നമ്മൾ വായിക്കുന്നത്. I2C. സോ microcontroller communication is via standard I2C where the host can set measurement parameters and request results. അപ്പോൾ പ്രോക്സിമിറ്റി സെൻസർ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് I2C എന്നുള്ള പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മൈക്രോ കൺട്രോളർ ആപ്ലിക്കേഷൻസിലൊക്കെ ഇത് കണക്ട് ചെയ്ത് വെക്കുന്നത്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ പ്രോട്ടോകോൾ യൂസ് I2C or I2C, inter integrated circuit protocol. Next question is dash detects metals but along with it also detect resins, liquids etc. മെറ്റൽസിനെ ഡിറ്റക്ട് ചെയ്യും, ആ ലിക്വിഡ് ലെവലിനെ ഡിറ്റക്ട് ചെയ്യുന്നത് ആരാണ്? കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ. ഓക്കെ, കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ. So capacitive proximity sensor can detect metals but along with it can also detect resins, liquid powders etc. This sensor working can vary accordingly covering material, cable longness, noise sensitivity. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ആ ഒരു അതിനകത്ത് ചാർജ് ഉള്ള എന്തിനേയും കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്
സെൻസേഴ്സ് ഡാഷ് സെൻസേഴ്സ് ഹാവ് നോ ഇലക്ട്രിക്കൽ നോയ്സ് എഫക്റ്റ് ആൻഡ് ഇറ്റ് ക്യാൻ വർക്ക് ഇൻ DC. അത് ഏതിനാണ് തന്നിരിക്കുന്നതിൽ? ആ മാഗ്നറ്റിക് പ്രോക്സിമിറ്റി ആണ് കേട്ടോ. അപ്പൊ നോ ഇലക്ട്രിക്കൽ നോയ്സ് എഫക്റ്റ് എന്ന് ചോദിച്ചാൽ മാഗ്നറ്റിക് proximity sensors ആണ്. So magnetic proximity sensors have no electrical noise and it can work DC. അപ്പം DCയിൽ magnetic proximity sensors have no electrical noise effect and can work on AC, DC or AC or DC. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. പ്രോക്സിമിറ്റി സെൻസേഴ്സിൽ നിയർ ഒബ്ജക്റ്റിൽ ഡിറ്റക്ട് ചെയ്യുന്നത് പ്രോക്സിമിറ്റി സെൻസേഴ്സ് ആണ്. മെറ്റൽസിലാണെങ്കിൽ ഇൻഡക്റ്റീവ്, മെറ്റൽസിലും നോൺ മെറ്റൽസിലും ആണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റീവ്. ദെൻ ലെവൽ ഇൻഡിക്കേഷനും ലിക്വിഡ് ഡിറ്റക്ഷനും ഒക്കെ വന്നാൽ കപ്പാസിറ്റീവ് സെൻസേഴ്സ്. ദെൻ ഓട്ടോമോട്ടീവ് ചോദിച്ചാൽ അൾട്രാസോണിക് പ്രോക്സിമിറ്റി സെൻസേഴ്സ്. ദെൻ ഇലക്ട്രിക്കൽ നോയ്സ് ഒന്നും ഇല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് പ്രോക്സിമിറ്റി സെൻസേഴ്സ്. ബാക്കി MCQs നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.